Good afternoon, sir. Yes, Maya Udayagiri, good afternoon. Good afternoon, sir. Nasrin, Good afternoon, sir. Shishira, Good Neenu, afternoon, sir. Sheila, good afternoon. Good afternoon, Good sir. afternoon, sir. Purna, good afternoon. Good afternoon, sir. Neenu, good afternoon. Good afternoon, sir. Saranya, Good afternoon, sir. Yes, Good afternoon, sir. yes, good afternoon, Nisha. Phono kodambari. Good afternoon, sir. Yes, Anfira. ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു സാർ. ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു. വെരി ഗുഡ്. നടക്കട്ടെ. എല്ലാവരുടെയും ബ്ലോക്ക് ആണ് സാർ. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും വാങ്ങിക്കണം പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് പോസിബിൾ നൗ ഡേയ്സ്. ഉച്ച നേരത്തും ട്രാഫിക് ബ്ലോക്ക് ആണ് ഇപ്പൊ ആലുവയില്. ശരിയാണ്. യെസ്. പിന്നെ അതൊക്കെ ഒരു വശത്ത് നടക്കും, ഒരു വശത്ത് നമ്മുടെ ആവശ്യങ്ങൾ നടക്കും. യെസ്. ഓക്കെ. അപ്പൊ ആരാണ് ഇന്നത്തെ പ്രാർത്ഥനാ ഗീതം? യെസ്, അഞ്ജന. വെരി ഗുഡ്. ശ്രദ്ധിക്കുന്നു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി നാദാ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യജീവിയിൽ വനചരനിൽ ജീവബിന്ദുവിന്നമൃതം തൂകിയ ലോകപാലക ജഗദീശ ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരമതിൽ അവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു സാർ. യെസ്, അഞ്ജന നല്ല സൂപ്പർ ആയിട്ട് പാടി. വെരി ഗുഡ്. ഇത് നല്ല പ്രത്യേകതയുള്ളത്. ഇത് പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലാണ് ഈ പാട്ട് വന്നേക്കുന്നത്. പക്ഷെ ഇത് എഴുതിയ ആളില്ല, വയലാർ രാമവർമ്മ. അദ്ദേഹം വലിയൊരു നിരീശ്വരവാദിയാണ്. അപ്പൊ ഒരു നിരീശ്വരവാദി ആയിട്ടുള്ള ഒരാൾ എഴുതിയേക്കുന്ന ഭക്തിഗാനമാണ് അഞ്ജലി ഇപ്പൊ പാടിയത്. നമ്മുടെ ദുരന്ത സമയത്ത് കുറെ പാടിയിട്ടുണ്ട് ഈ പാട്ട്. ദുരന്തം വന്ന സമയത്ത് വെള്ളപ്പൊക്കം. എന്താണ് പാടാൻ കാരണം? വെള്ളത്തിൽ നിന്ന് കുറെ വീടുകളും ഒക്കെ നഷ്ടപ്പെട്ടൊരവസ്ഥ വന്നില്ലായിരുന്നോ സാർ കഴിഞ്ഞ വർഷം? ആ സമയത്തൊക്കെ ഈ പാട്ട് പാടിയിട്ടുണ്ട്. ഞാനേ കഴിഞ്ഞ വർഷം ഓർത്തത് 2018 ഞങ്ങളൊക്കെ അനുഭവിച്ചത്.
2018 എന്താ പറയാ വിക്ടിംസ് ആണ് ഞങ്ങള് അല്ലേ? സുബക്കൊന്നും കുഴപ്പമുണ്ടായില്ലെന്ന് തോന്നുന്നു. Yes, sir. Yes, okay. അപ്പൊ ഓക്കെ, രസകരമായിട്ട് അവതരിപ്പിച്ചു വാങ്ങിച്ചത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഭയങ്കര പറയണൊക്കെ കറക്റ്റാണ്. ലോകത്ത് അന്ധകാരം വീഴുമ്പോ ആരെങ്കിലും ഒരാള് അതൊക്കെ മാറ്റാൻ വേണ്ടി വരും. യെസ്, ഇറ്റ് ഇസ് ബി ഓപ്റ്റിമിസ്റ്റിക്. ഓക്കെ അഞ്ജന, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനാണ് സൈനികം. യെസ്, ഞാൻ പറയാം sir. ഓക്കെ, പ്രസുബ യു സ്റ്റാർട്ട്. Okay. Good afternoon, everyone. It's my pleasure to welcome all of you for today's class. Especially today is our Chingam Onna. Wish you all happy Chingam Onna and happy Malayalam New Year. Okay. And we are delighted to have you, our respected job, sir, and my friends, and your presence make this class very special and memorable. I'm sure this session will be helpful for many new things. We will learn many new things, and I'm welcoming you all, sir, and Yes. my dear friends. Thank you. ഓക്കെ 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 പ്രസുബ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്താ പറയാ, പ്രിപ്പറേഷൻ ഇല്ലാണ്ട് പ്രസുബ പറഞ്ഞാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, നന്നായിട്ടുണ്ട്, വെരി ഗുഡ്. Just ചുമ്മാ വന്നത് പറഞ്ഞു പോയി. യെസ്, ഓക്കെ, ആരുമില്ലെങ്കിലും നമ്മൾ കയറി പറയാം, അത്രേ ഉള്ളൂ. യെസ്, ഓക്കെ, 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 യെസ്. ചിലത് നമ്മള് വിത്തൗട്ട് പ്രിപ്പറേഷൻ ചിലപ്പോൾ അത് ക്ലിക്കാവും. ചിലപ്പോൾ നിങ്ങൾ തന്നെ അനുഭവിച്ചിട്ടുണ്ടാവും. ചില പരീക്ഷ നന്നായിട്ട് പഠിച്ചിട്ട് എഴുതിയിട്ട് ഇറങ്ങുമ്പോഴും ഒരു സന്തോഷം ഉണ്ടാവില്ല, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല, നമുക്കറിയാം എവിടേക്കാണ് വിട്ടേക്കുന്നത്, പക്ഷെ പരീക്ഷ എഴുതി കഴിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അങ്ങനെ വരാറുണ്ട്. യെസ് ലിൻസി, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പൊ ശിശിര അത് അനുഭവിച്ചിട്ടുള്ള ആളാണ്. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോ Sir, thought of today. ഇന്ന് മലയാള വർഷം 1202 ചിങ്ങം 1 കർഷക ദിനം. ശകവർഷ പിറവി ദിനം അഥവാ മലയാള കൊല്ലവർഷം ചിങ്ങം 1-ാം തീയതി എല്ലാ വർഷവും കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കുന്നു. വർഷം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു വിഭാഗത്തിനു വേണ്ടി നീക്കിവെച്ച ദിവസമാണിത്. ഈ ദിനത്തിൽ കർഷകരെ ആദരിക്കുകയും അവരോടുള്ള നാടിന്റെ കടപ്പാട് അറിയിക്കുകയും ചെയ്യുന്നു. കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗൃഹാതുര സ്മരണകളാണ് ഓരോ മലയാളികളുടെയും മനസ്സിൽ ചിങ്ങമാസത്തിലേറി ഉയർത്തുന്നത്. നമ്മുടെ ശ്രേഷ്ഠമായ കാർഷിക പാരമ്പര്യത്തെ ആഘോഷിക്കാനും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി പുതിയ ചിന്തകൾ പങ്കുവെക്കാനുമുള്ള അവസരമാണ് കർഷക ദിനാചരണം. കാർഷിക രംഗം ഇന്ന് പല വിധത്തിലുള്ള വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നു. കാലാവസ്ഥ വ്യതിയാനം, വന്യമൃഗശല്യം, വിളനാശം, ഉൽപാദന ചെലവ്, വിപണിയിലെ വിലയിടിവ് തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. കൃഷി ഇന്ന് ഒരു ജീവനോപാധിയായി കരുതാൻ കഴിയാത്ത അവസ്ഥയിലായി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ നാം ഏവരും ഈ കാര്യത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കർഷകരുടെ വിയർപ്പാണ് നമ്മുടെ അന്നം. താങ്ക് യു, സർ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ വീടിന്റെ നമ്മുടെ മുന്നില് പ്ലേറ്റില് ചോറ് വരുമ്പോൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരു കർഷകൻ എവിടെയോ ഒരു ചെടിയിലേക്ക് കഷ്ടപ്പെട്ടു. പിന്നെ അത് കൊയ്തെടുത്ത ഏതൊക്കെയോ സ്ത്രീകളുണ്ട്. പിന്നെ അത് മില്ലിൽ കൊണ്ടുപോയി റെഡിയാക്കി എടുത്ത തൊഴിലാളികളുണ്ട്. പിന്നെ അത് ലോഡ് ചെയ്ത ആൾക്കാരുണ്ട്. പിന്നെ അത് ലോറിക്ക് ഇവിടെ എത്തിച്ച ഡ്രൈവറുണ്ട്. അങ്ങനെ എത്രയോ ആളുകളിലൂടെ മറിഞ്ഞും തിരിഞ്ഞുമാണ് ഈ സംഗതി നമ്മുടെ മുന്നിൽ എത്തുന്നത്, അല്ലേ? അപ്പൊ നമ്മളത് മോശമാക്കി കളയുമ്പോ, വേസ്റ്റ് ആക്കി കളയുമ്പോ അത്രയും ആളുകളോടാണ് നമ്മൾ ദ്രോഹം ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഭക്ഷണം അത് വേസ്റ്റ് ആക്കാതിരിക്കുക. ഇതില്ലാതെ എത്രയോ ആളുകൾ വിഷമിക്കുന്നൊരു പ്രസിദ്ധമായ ഒരു ചിത്രമില്ലേ, നമ്മൾ കേട്ട് കാണും. ഒരു കുട്ടിയെ ഒരു കഴുകൻ റാഞ്ചാൻ വരുന്ന ഒരു സീൻ എടുത്ത ഒരു സംഭവം കണ്ടുണ്ടായിരിക്കുന്നത്. അത് സാർ, അത് ആഫ്രിക്കയിലായിരുന്നു. ഒരു 90s എന്തോ ആണ് സംഭവം നടന്നത്. അവിടെ ഫുൾ പട്ടിണി മരണങ്ങളും
അങ്ങനെയൊക്കെ ഉണ്ടായപ്പം അവിടുത്തെ ഒരു ഏതൊരു ചാനലിലെ റിപ്പോർട്ടർ ആയിരുന്നു അത് ആ ഫോട്ടോ എടുത്തത്. അത് കരയിപ്പിച്ചൊരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി 1993 സുഡാനിൽ നടന്ന സംഭവം. സുഡാൻ എന്ന് പറയുന്ന സ്ഥലത്ത് രാജ്യത്തെ അയോഡ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നടന്ന സംഭവമാണ്. ഒരു സൗത്ത് ആഫ്രിക്കൻ ജേർണലിസ്റ്റ്, അദ്ദേഹത്തിന്റെ പേര് കെവിൻ കാർട്ടർ എന്നായിരുന്നു. കെവിൻ കാർട്ടർ അദ്ദേഹം എടുത്ത ചിത്രമാണ്. നിങ്ങളൊരു പക്ഷെ കണ്ടു കാണാം ആ ചിത്രം. ചിത്രം എങ്ങനെയാണ്, സുഡാനില് ദാരിദ്ര്യം മൂലം വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഒരു 2-3 വയസ്സുള്ള ഒരു കുട്ടി UNO അയക്കുന്ന വിമാനത്തിൽ നിന്ന് വീഴുന്ന ആ ഭക്ഷണപ്പൊതി കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അത് എല്ലിച്ച് നിൽക്കുന്ന പെൺകുച്ചാണ്. ഭക്ഷണം കഴിക്കാണ്ട് വളരെ വയറക്കുന്തി എല്ലിച്ച് നിൽക്കുന്ന പെൺകുച്ചാണ്. അപ്പൊ നല്ല വെയിലത്താണ് ഈ കുട്ടി നിൽക്കുന്നത്. അപ്പൊ വിമാനം മുകളിൽ വരുന്നത് നോക്കി വെയിലത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടിയുടെ കുറച്ചിങ്ങനെ മാറിയിട്ട് ഒരു കഴുകൻ നിൽക്കുന്നുണ്ട്. ആ കുട്ടി ഇപ്പൊ മരിച്ചു വീഴുമെന്ന് അറിയും. മരിച്ചു വീണ കഴുകനെടുക്കുക. അപ്പൊ വിശപ്പിന് വേണ്ടി വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കഴുകനെയും ആ കുട്ടി കാത്തു നിൽക്കുന്ന ഒരു വിമാനത്തിൽ കുട്ടി അവിടെ കമന്ന് വീഴുകയാണ്. അതാണ് കെവിൻ കാർട്ടർ പകർത്തിയത്. പിന്നീട് അത് ഇതിനകത്ത് വന്നു, പേപ്പറിൽ വന്നു. അതിന്റെ 1994 പുലിത്സർ പുരസ്കാരം അത് കിട്ടിയ ചിത്രമാണ് ആ സംഗതി. ഇദ്ദേഹം ഇന്ന് ലാസ്റ്റ് ആത്മഹത്യ ചെയ്തു. ഈ കെവിൻ കാർട്ടർ ലാസ്റ്റ് ആത്മഹത്യ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം. അതായത് എല്ലാവരും അദ്ദേഹം പിന്നീട് ആ അവിടെ നിന്ന് എഴുന്നിട്ട് പോയി, താഴെ വീണു, പിന്നെ പോയി. അപ്പൊ എല്ലാവരും കെവിൻ കാർട്ടറോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ അവിടെ എന്ത് ചെയ്തു? നിങ്ങളത് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണലിസമാണ് നോക്കിയത്. ഒരു കുഞ്ഞവിടെ വിശന്നു നിന്നത് നിങ്ങൾ കണ്ടില്ലേ? ഈ ചോദ്യമാണ് കെവിൻ കാർട്ടർ വളരെയധികം പിന്നീട് വിഷമിപ്പിച്ചത്. ഈ കമ്മിറ്റി സൂയിസൈഡ് എന്ന കേസ്. ഓക്കെ ശിശ, യു ആർ റൈറ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എന്ത് ചെയ്യുക, ഭക്ഷണങ്ങളൊക്കെ കുറേശ്ശെ പഴകാതിരിക്കുക. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പോ നസ്രീൻ, വെരി ഗുഡ്. അപ്പൊ ഇന്ന് ചിങ്ങം 1 അപ്പൊ ഞാൻ നിങ്ങളോട് അടുത്ത ക്ലാസ് നമ്മുടെ വെനസ്ഡേ ആണ് അല്ലേ? ശിശിര, വെനസ്ഡേ അല്ലേ? ഇതിനോടനുബന്ധിച്ചുള്ള എന്തെങ്കിലും പാട്ടോ കവിതയോ? ഞങ്ങള് അത് സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാരും ഒന്ന് ഡിസ്കഷനിലാണ് ഗ്രൂപ്പില്. ആരൊക്കെ എന്തൊക്കെയാണ് ഐറ്റംസ് പരിപാടികൾ സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ കൂടി ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാനാണ്. അപ്പൊ അത് നിങ്ങൾക്ക് സെറ്റിംഗ് കറക്റ്റ് ആവുമെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച ഒരവസരം തരാം. ഇതിനി ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഐറ്റംസ് ഏതെങ്കിലും നമുക്ക് നോക്കാം. സാർ എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ്സിൽ ഈ ഗ്രൂപ്പ് സോങ് ഒക്കെ വരുമ്പോഴേ എല്ലാരും കൂടി എങ്ങനെയാ വോയിസ് ഭയങ്കര ഇതാവില്ലേ, ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവില്ലേ എല്ലാരും കൂടി അങ്ങനെ പാടുമ്പോഴൊക്കെ? അല്ല, ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടാവോ ആ ദിവസം? ഇല്ല, ഓരോ ക്ലാസ്സിലുള്ളവരുണ്ടാവും. ആ സമയം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ പറയാനുള്ളത് പറ്റുള്ളൂ. അല്ലാതെ എല്ലാ ടീച്ചേഴ്സും കൂടി ഉണ്ടാവില്ല. എല്ലാവരും ക്ലാസ്സിൽ അവിടെ ടീച്ചേഴ്സ് റീൽസ് ഇട്ടുകൊണ്ടിരിക്കുന്നു. ചിങ്ങോമത്തിന്റെ റീൽസ് അതിന്റെ ഇടയിൽ നിന്നാണ് ഞാനിങ്ങോട്ട് പോകുന്നത്. യെസ്, ഓക്കെ. യെസ്, ഇവിടെ അവരുടെ പാട്ടും കലാപരിപാടികളൊക്കെ സൂപ്പറാണ്. നിങ്ങളെ സ്റ്റേജിൽ കണ്ടു കാണും ടീച്ചർമാരുടെ ഡാൻസും ഇതല്ല. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ വിഷയത്തിലോട്ട് വരാം. അപ്പോ ഇന്ന് ഓണമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഉത്തരം ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം ഉത്തരം ടൈപ്പ് ചെയ്ത് വരുന്ന 3 പേർക്ക് ഞാൻ ഒരേ പോയിന്റ് വെച്ച് കൊടുക്കും കേട്ടോ. ആദ്യം ടൈപ്പ് ഉത്തരം വരുന്ന 3 പേർക്ക് വിളിച്ചു പറയണ്ട, വിളിച്ചു പറഞ്ഞ എല്ലാവരും കേൾക്കും. യെസ്, ഓക്കെ, സിമ്പിൾ ചോദ്യം.
അപ്പൊ ആദ്യം വരുന്ന 3 പേരാണെന്ന് ഞാൻ നോക്കിക്കൊള്ളാം. എന്നിരുന്നാലും ശിശിര പ്രസൂപ നോക്കിക്കൊള്ളാം, ഞാൻ നോക്കാം. ആദ്യം വരുന്ന 3 പേരുകാരായിരിക്കണം, അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 3 പേരുകാർ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അവർക്ക് ഒരേ പോയിന്റ്. ഓക്കെ പ്രസൂപ, ഓക്കെ ശിശിര, 3 പേരുകാർ. ചോദ്യം ഇംഗ്ലീഷിലാണ്, ആൻസർ ചിലത് മംഗ്ലീഷ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ ഓക്കെ, 3 പേര് കേട്ടാ. ആദ്യത്തെ 3 പേര് വിജയി. ഓക്കെ. Question number 1. Which state is known, K-N-O-W-N, known for the festival of Onam? Chinju, Shavana, Nasrin. Chinju, Shavana, Nasrin. ഞാൻ ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ 3 പേർക്ക് ഓരോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ് വെരി ഗുഡ്. ദ ആൻസർ ഈസ് കേരള. യെസ്, ഞാൻ പറയുന്ന പേര് തന്നെ അല്ല ആദ്യം വന്നതെന്നുള്ളത് പ്രസുഭ ശിശിര ശ്രദ്ധിച്ചോളൂ. യെസ്, ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നെയിം ഓഫ് ദ കിങ് അസോസിയേറ്റഡ് വിത്ത് ദ ലെജൻഡ് ഓഫ് ഓണം. നസ്രിൻ, നീനു, അമൃത. നസ്രിൻ, നീനു, അമൃത. യെസ്, അപ്പോ കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് മാവേലി. മഹാബലി, മാവേലി കറക്റ്റ് ആണ്. അതിന് മുമ്പ് വന്നിട്ടുണ്ടല്ലോ സാർ. അതിനു മുമ്പില് പേര് വന്നിട്ടുണ്ട്. ഹർഷിയ, മുമ്പ് വന്നിട്ടുണ്ട്. ഷവാന, അപർണ, ആരെങ്കിലും ഹരിഷ, നിഷാദ്. ഹരീഷ അല്ലേ? ഹരിഷ, നിഷാദ്, ഷവാന, ഹരീഷ, പിന്നെ ഹരിഷല്ല, ഹർഷിയ. ഹർഷിയ, സോറി ഹർഷിയ. അതാണോ ഹർഷിയ, നിഷാദ്, ഷവാന, അപർണ ബാബു. അപർണ ബാബു. ഷവാന, അപർണ. യെസ്, ഓക്കെ ഓക്കെ. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് മാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ യെസ്, ഓക്കെ 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 കേട്ടാ ആ കാര്യം. അപ്പൊ ഞാൻ അവരെയും കൂടി പരിഗണിച്ചു. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ 3 പേര് ഇവരെയും കൂടി പരിഗണിച്ചിട്ടുണ്ട്. ഓക്കെ, ഡോണ്ട് വറി. യെസ്. അല്ലപ്പോ ഞാനൊരു കാര്യം ചെയ്യാം, മാർക്ക് എഴുതാനായിട്ട് പ്രസൂവിനെ ഏൽപ്പിക്കാം. ഓക്കെ. അപ്പൊ 3 പേരെ കണ്ടുപിടിച്ചോക്കാം. ഇവരുടെ മാർക്ക് ഞാൻ പറയാം. ഇനിയുള്ളത് എഴുതിക്കോ. ഇവരുടെ മാർക്ക് നമുക്ക് ഇങ്ങോട്ട് പിന്നീട് ലാസ്റ്റ് നോക്കാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which month in Malayalam calendar does Onam fall? കണ്ടുപിടിച്ചാ പ്രസുഭ? ചിങ്ങമാണ് കറക്റ്റ് ആൻസർ ആണ്. സർ ഫബീന, അപർണ ബാബു, ചിഞ്ചു. ആദ്യത്തെ പേര് കൂടി പറഞ്ഞേ. ഫബീന, FABENA, ഫബീന. ഫബീന. പിന്നെ അപർണ ബാബു, ചിഞ്ചു സിബി. ചിഞ്ചു സിബി. ഓക്കെ ഓക്കെ. ഒരു പ്രാവശ്യം പേര് എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് തോന്നിയിടാൻ എളുപ്പമാണ്. പേര് എഴുതിയിട്ട് വരുമ്പോഴാണ് ഒരു സെക്കൻഡ് പേര്. ഓക്കെ, ദ ആൻസർ ഈസ് റൈറ്റ്. ചിങ്ങം ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ശുഭ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which avatar of Vishnu is associated with the legend of Onam? Yes, Vamanan ആണ് ആൻസർ. പറഞ്ഞോളൂ. ഹർഷിയ, അഞ്ജന, ശുഭ, അനിൽ. അഞ്ജന ഉണ്ടല്ലേ? അഞ്ജന, പിന്നെ ശുഭ, അനിൽ. ശുഭ നേരത്തെ വന്നതാണ്? ഇല്ല അല്ലേ? ഇല്ല, ശുഭ. യെസ്, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ഇതിലുണ്ട്. യെസ്, വാമനൻ ഈസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ട്രഡീഷണൽ floral decoration made
during Onam is called dash. അർത്ഥപ്പൂക്കളമെന്നോ പൂക്കളമെന്നോ എന്തായാലും ആൻസർ കൊടുക്കാം. Chinju. ചിഞ്ചു സാവകാശം പറഞ്ഞോട്ടെ. ചിഞ്ചു, Chinju. Fabina Sabu. ഫബീന, Then other same. Harshia Nishat. ഹർഷിയ. യെസ്, ഓക്കെ ഓക്കെ, കറക്റ്റ് കറക്റ്റ്. യെസ്, കറക്റ്റ് ആൻസർ. ദ ആൻസർ ഈസ് പൂക്കളം. യെസ്, അല്ലെങ്കിൽ അർത്ഥപ്പൂക്കളം, പൂക്കളം. ഓക്കെ, അടുത്തത്. ഓക്കെ സവിത, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ട്രഡീഷണൽ TRADITIONA traditional feast, FEAST, feast served during Onam is known as dash. Correct answer ആണ് സദ്യ. Yes. Shavana. Shavana. Shavana Sadhya. Pinim Fabina Shabu. Harshia Nishat. സാവകാശം ഷവാന പറഞ്ഞു. പിന്നെ അടുത്താണ് Harshia. ഹർഷിയ. Shavana. Fabina Harshia. ഫബീന. സാവകാശം പറഞ്ഞാൽ മതിയേട്ടാ. Okay, okay, sorry, sir. Shavana, Fabina, Harshia. Okay, 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 okay. അടുത്തത്. How many days does Onam traditionally celebrated? 10 days. Correct answer ആണ്. പറഞ്ഞോളൂ. അഞ്ജന, അഞ്ജന, ഷഹ്വാന, Chinju first in there. ചിഞ്ചു, Chinju. Chinju അവള്- first. Chinju Sibi. 10. ചിഞ്ചു എഴുതി, അഞ്ജന എഴുതി, പിന്നെ പേര് പറഞ്ഞാലാണ് ഷഹ്വാന, ഷഹ്വാന, Shavana. ഷർവാനെ. ഷഹ്വാന, ഹെർവാന നേരത്തെ വന്നിട്ടില്ല അല്ലെ? അല്ലെ ഷവാന, ഷവാന അല്ലല്ലോ. ഷഹ്വാന, ഷഹ്വാന. SAHVANA, ഷവാന. S-A. എസ് ഉണ്ട്, SHAVN അല്ലേ? SAHVANA. ഓക്കെ 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 ഓക്കെ, ഷവാന നേരത്തെ വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പൊ ഇനി ഒരു 3-4 ചോദ്യം കൂടി ഉള്ളൂ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The dance folk, FOR, popularly performed by women during Onam is dash. Correct answer ആണ് തിരുവാതിര. നീനു ശ്യാം, ചിഞ്ചു സിബി, ഷഹ്വാന. ചിഞ്ചു, ഷവാന, നീനു. നീനു ശ്യാം, നീനു. മീനു. മീനു നേരത്തെ വന്നിട്ടില്ലല്ലോ. ഇല്ലല്ല. ഇല്ലല്ലേ, മീനു. യെസ്, ഓക്കെ ഓക്കെ, മീനു. ചിഞ്ചു, ഓക്കെ, പറ്റേണ്ടി. ഓക്കെ ഓക്കെ. ഷഹ്വാന. നീനു ആണ്, മീനു ആണ്. നീനു അല്ലേ? നീനു, നീനു, NEENU, N, നീനു. യെസ്, ഓക്കെ 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 ഓക്കെ, വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ മീനു എന്നാണ് കേട്ടത്. ഓക്കെ, നീനു പരിഗണിച്ചിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പൊ തിരുവാതിരയാണ് എന്റെ ആൻസർ. അടുത്തത്. The most consumed fruit, FRUIT, fruit during Onam season is dash. Banana is the right answer. Banana, right answer. പറഞ്ഞോളൂ ശിശിര. അഞ്ജന, ഇത് സാവകാശം. അഞ്ജന, ഓക്കെ. സിയ, Fabina first in there. Fabina. ഫബീന, Banana അഞ്ജന. വന്നിട്ട് Fabina first. ഫബീന, അഞ്ജന. ഓക്കെ, പിന്നെ Fabina, Sinju Sibi, പിന്നെ അഞ്ജന. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, കറക്റ്റ് ആണ്. അല്ലേ, എല്ലാവർക്കും ഉത്തരം അറിയാവുന്നത് പടപടാതെ വരുമ്പോ കൺഫ്യൂഷൻ വരും. യെസ്, ഇദ്ദേഹത്തെ വേറെ ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. അവിടെ വരുമ്പോ ചിലപ്പോൾ കുറച്ച് ഡിലേ വരും. യെസ്, നമുക്കത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ ഏറ്റവും കൂടുതൽ അന്ന് ഉപയോഗിക്കുന്ന ഫ്രൂട്ട് പഴമാണ്. ഓക്കെ, അടുത്തത്. The previous day, day, to
Tiruvanam is known as dash. Yes, it's the right answer. Midhu Manoj. Needu. Midhu MIDHU Midhu. Midhu നേരത്തെ വന്നിട്ടില്ല അല്ലേ? Midhu. Shubhanil. Shubhanil. ശുഭ നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ രഞ്ജിത നേരത്തെ വന്നിട്ടില്ല കേട്ടോ. യെസ്, രഞ്ജിത. ഓക്കെ. അപ്പൊ ശരിയാണ്. ദാറ്റ് പ്രീവിയസ് ഡേ ഈസ് ഉത്രാടം. ഇറ്റ്സ് റൈറ്റ് ആൻസർ. അടുത്തത് the term TER term used for the new clothes worn WOR during Onam. Right answer, Onakodi. Onakodi is the right answer. Harshia Nishad. Harshia. Abarna Babu. Fatima Patus. Yes, Fatima നേരത്തെ വന്നിട്ടില്ല അല്ലേ? ഫാത്തിമ എഴുതാം. Fatima Patu. Yes, right answer. That answer is Onakodi. Yes. അടുത്ത ക്വസ്റ്റ്യൻ തൃശ്ശൂർകാർക്കധികം പെട്ടെന്ന് അറിയാൻ പറ്റും. Which art form performed during Onam involved dances painted as leopards and tigers? കടുവകളിന്നോ പുലികളിന്നോ രണ്ട് സെയിം ആണ്. യെസ്, കറക്റ്റ് ആണ്. അമൃത സുനിൽ. അമൃത നേരത്തെ വന്നിട്ടുണ്ട്. അമൃത. പിന്നെ അശ്വതി ശ്രീജിത്ത് അല്ലേ? അശ്വതി നേരത്തെ വന്നിട്ടില്ലല്ലോ. നസ്രിൻ. അശ്വതി ശ്രീജിത്ത്, നസ്രിൻ നേരത്തെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആ സെക്ഷനില് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. Which day marks the start of Onam? Yes, Attam is the right answer. Chinju Sibi. Anjana VP. വന്നിട്ടുണ്ട്. അഞ്ജന VP. Chia. സാർ ശ്രുതിദേവ് എന്നാണ് പേര്. ഇതിന്റെ അകത്ത് ഞാനിപ്പോ കണ്ട പേരാണ് ചിയ വന്നിട്ടില്ല അല്ലേ? യെസ്. അപ്പൊ ചിയയുടെ പേര് കേട്ടോ. ഓക്കെ. അപ്പൊ ആ സെക്ഷനിലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ ഒരു ചോദ്യം പോലും പുറത്തു പോയിട്ടില്ല. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ വേറെ ചോദ്യങ്ങൾ ചോദിക്കാം. യെസ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇന്നിപ്പോ ഓണത്തിന്റെ ഇതിന്റെ അകത്ത് നമുക്ക് ചോദിക്കാം. ഞാന് ഓരോ ജീവികളുടെയും കുഞ്ഞുങ്ങളെ പറയുന്ന പേരാണ് ചോദിക്കുന്നത്. അതാണ് ചോദ്യം. ഓരോ ജീവികളുടെ ചോദ്യം കേട്ടില്ല. ഓരോ ജീവികളുടെയും കുഞ്ഞുങ്ങളെ പറയുന്ന പേര് ദ യങ് വൺസ് ഓഫ് ഡാഷ് എന്ന് പറയുന്നത്. ഒരു ജീവിക്ക് ആ ജീവികളുടെ കുഞ്ഞുങ്ങളെ പറയുന്ന പേരെന്താണ്? യെസ്. അപ്പൊ ഞാൻ ആദ്യം ഒരു എളുപ്പമുള്ള ചോദ്യം ചോദിക്കാം. ദ യങ് വൺ of dog, DOG, dog. Dogന്റെ കുഞ്ഞ്. Yes, puppy is the right answer. Yes, puppy is the right answer. ആരൊക്കെയാണ്? ഷഹ്വാന.
ഷവാന, ഷവാന നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ ദാസന ഡേവിസ്, ക്ലിയർ ആയില്ല. ദസന. അത് വന്നിട്ടില്ല അല്ലെ, നേരത്തെ വന്നിട്ടില്ല അല്ലെ. ഇല്ല 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 ഇല്ല. ദസന ഡേവിസ്. ദസന. ഓക്കെ. പിന്നെ പി നസ്രിൻ. നസ്രിൻ. ഓക്കെ ഓക്കെ, കറക്റ്റ് കറക്റ്റ്. ഞാൻ ആദ്യം ഒന്ന് എളുപ്പമാണ് ചോദിച്ചാൽ അപ്പൊ മനസ്സിലായില്ലേ. ഞാൻ പറയുന്ന ജീവികളുടെ കുഞ്ഞുങ്ങളെ പറയുന്ന പേര് എന്ന് പറയണം. ഡോഗിന്റെ കുഞ്ഞുങ്ങളെ പറയുന്ന പേര് അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പപ്പി എന്നാണ്. പപ്പി. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാത്തിനും മുന്നിൽ യങ് വൺ എന്ന് വിചാരിച്ചു. ദ യങ് വൺ ഓഫ് കൗ, COW, കൗ. യെസ്, കൗ is the right answer. അപർണ ബാബു, അപർണ ബാബു, ചിഞ്ചു സിബി, ചിഞ്ചു സിബി, രഞ്ജിത വി. രഞ്ജിത. യെസ്, കറക്റ്റ്. കറക്റ്റ് ആൻസർ ആണ്. കാഫ് എന്നാണ്. CALF, കാഫ്, പശുവിന്റെ കുഞ്ഞുങ്ങൾ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ യങ് വൺ ഓഫ് ടൈഗർ, യങ് വൺ ഓഫ് ടൈഗർ, cub is the right answer. പ്രശുഭ ദീപൻ, പ്രശുഭയുടെ പേര് നേരത്തെ വന്നിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രശുഭ എഴുതട്ടെ. നസ്രീൻ മഹിത മോഹൻ. പ്രശുഭ, പിന്നെ അത് കഴിഞ്ഞിട്ട് നസ്രീൻ, പിന്നെ നസ്രീൻ മഹിത മോഹൻ. നേരത്തെ വന്നിട്ടുണ്ടോ? ഇതില്ല. ഇല്ല ഇല്ല. മഹിത മോഹൻ അല്ലേ? മഹിത അല്ലേ? യെസ് സർ, മഹിത. മഹിത മോഹൻ. യെസ്, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ടൈഗറിന്റെ കുഞ്ഞുങ്ങളെ പറയുന്ന പേര് കബ് എന്നാണ്. CUB, കബ്. അടുത്തത്. ദ യങ് വൺസ് ഓഫ് കങ്കാരു, കങ്കാരുവിന്റെ കുഞ്ഞിനെ പറയുന്ന പേര്. യെസ്, നസ്രീൻ. കറക്റ്റ് ആൻസർ. ജോയ്, JOEY. നസ്രിൻ, പി നസ്രിൻ, ഫാത്തിമ പാത്തൂസ്, ഇവിടെ ഫാത്തിമ പാത്തു നേരത്തെ വന്നിട്ടുണ്ട്. ഓക്കെ. ഫബീന സാബു. ഫബീന. യെസ്, കറക്റ്റ് ആൻസർ. JOEY. കറക്റ്റ് കറക്റ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങളൊക്കെ വേറെ ലെവലാണ് കേട്ടോ. യെസ്. അടുത്ത LDC പിടിച്ചോ, ധൈര്യമായിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടും. യെസ്. അടുത്തത്. ദ യങ് വൺസ് ഓഫ് റാബിറ്റ്, RABBIT, റാബിറ്റ്. കാഫല്ല, ഇക്കല്ല. യെസ്, ദിലീന. കറക്റ്റ് ആൻസർ. ബണ്ണി, BUNNY. ഡിലീന, ഫാത്തിമ പാത്തൂസ്, നേരത്തെ വന്നിട്ടില്ലല്ലോ. ഇല്ല. ദലീന. പിന്നെ അത് ഫാത്തിമ പാത്തൂസ്, യെസ്, കറക്റ്റ്. സുഫൈജ സുബൈർ. സുബൈജ. അത് നേരത്തെ വന്നിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല. സർ കിറ്റ് അല്ലേ പറയാ റാബിറ്റിന്റെ യങ് വണ്ണ്? മറ്റേതിന്റെ അല്ലേ, ക്യാറ്റിന്റെ? അത് കിറ്റൺ, KIT കിറ്റ്. യെസ്, നമുക്ക് നോക്കാം. ബണ്ണിന്നൊരു ഇൻഫോർമൽ ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വേർഡാണ്. യെസ്, ഇത് തന്നെ നമ്മൾ ഇതിന്റെ കുഞ്ഞിനെ പറയും. എന്താണ് ബണ്ണിക്ക് വേറെ വേറെ വേണ്ടത്? ബണ്ണിയുടെ ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നേക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാട്ടോ ശവാനം. ഓക്കെ ഓക്കെ. പിന്നെ വേറൊരാളുടെ സമയം സുബൈദ. ആരാണ് പറഞ്ഞത്? ഏറ്റവും ലാസ്റ്റ് ആൾ ജയിച്ച് പറഞ്ഞില്ലേ? ആയിരുന്നു? ശിശിര. മൂന്നാമത്തെ പേര് മൂന്നാമത്തെ ആള് ഫാത്തിമ പാത്തൂസ്, സുഫൈജ സുബൈർ. സുഫൈദ അല്ലേ? സുഫൈജ. ഓക്കെ ഓക്കെ ഓക്കെ. സുഫൈജ.
യെസ്, ഇത് നമുക്ക് ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റാബിറ്റ്. ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The young ones of duck, D-U-C-K, duck. Tara. Yes, right answer, duckling. Duck in a duckling. Pinju Yes. Sibi, Chinju Sibi, Pinju Sibi, Fatima Patus, Fatima Patus, Nasreen P. Nasrin B. Yes. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാം. അപ്പൊ ഒന്ന് മാറ്റി പിടിക്കാം അല്ലെ? യെസ്, ഒന്ന് കൂടി ചോദിക്കാം. The young ones of pig, P-I-G, pig. Yes, correct answer ആണ് piglet. Piglet. Pinju Sibi, Chinju Sibi, Nasrin P, Nasrin P, Prashubha Deeban. Prasuba Deep. Correct answer. Yes, 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 piglet. Yes. ഇപ്പൊ ഞാൻ നോക്കിട്ടേ ഇതിൻ്റെ അകത്ത് നിങ്ങൾ എല്ലാവരും എക്സ്പെർട്ടുകളാണ്. നിങ്ങളൊന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. യെസ്, ഓക്കെ. അപ്പൊ ഞാനൊന്ന് മാറ്റി പിടിക്കണം കേട്ടോ. യെസ്, ഇനി ഞാൻ പറയാൻ പോകുന്നത് മുഴുവനും ഓരോ പഴഞ്ചൊല്ലുകളാണ്. ആ പഴഞ്ചൊല്ലിന്റെ പകുതിയാണ് ഞാൻ പറയുന്നത്. അവിടെ ഒരു ഡാഷ് ഉണ്ടാവും. ആ ഡാഷ് നിങ്ങൾ പൂരിപ്പിക്കുക. യെസ്, പഴഞ്ചൊല്ലിന്റെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പഴഞ്ചൊല്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു സേവിങ്സ് ആയിരിക്കും, എന്തെങ്കിലും ഒരു ഡാഷ് ഉണ്ടാവും. അത് നിങ്ങൾ പൂരിപ്പിക്കുക. യെസ്, ചോദ്യം ഇതാണ്. എ പിക്ചർ, P-I-C-T-U-R-E. A picture is worth, W-O-R-T-H, is worth a dash. A picture is worth a dash. Shavana is the right answer. Very good, very good, very good. 1,000 words. 1,000 words. 1,000 words are right answer. Yes. Shavana, Fatima Patus, Nasreen. Shavana, Fatima Patu. Okay. Nasreen. Nasrin. Yes, correct, correct, correct. 1,000 words ആണ്. അതായത് 1000 വാക്കുകളേക്കാൾ വിലയുള്ളതാണ് ഒരു ചിത്രം. ഒരു ചിത്രം കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Every cloud has a dash. Every cloud has a dash. അതല്ല ഏടല്ല. Every cloud has a night അല്ല, drops അല്ല, happy അല്ല, hashtag ശ്രവണ അല്ല, every cloud fall അല്ല, every cloud has a dash. Rain അല്ല. Yes, Ashwati is the right answer. Silver lining. Yes, silver lining. Ashwati Srijit, കേട്ടോ, ഞാനൊന്ന് എഴുതട്ടെ. അശ്വതി ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അശ്വതി. Sayujya, സായുജ്യ ആദ്യമായിട്ട് വന്നതാണ് അല്ലെ? സായുജ്യ. പറഞ്ഞോ. പിന്നെ Fatima Patus. ഫാത്തിമ പാത്തൂസ്. കറക്റ്റ്. ഇറ്റ്സ് ദ റൈറ്റ് ആൻസർ. അതിന്റെ ആൻസർ ഇതാണ്. നമ്മളിപ്പോ വൈകുന്നേരം മഴയുള്ളപ്പോഴൊക്കെ ആകാശത്തോട്ട് നോക്കിക്കഴിഞ്ഞാലേ ഈ കറുത്ത മേഘങ്ങൾക്കിടയിൽ ഒരു സിൽവർ, ഒരു വെള്ളി നൂലും പോലൊരു വര കാണും. അത് സാധാരണ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നവരൊക്കെ പറയും, എത്ര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളാണെങ്കിലും പ്രതീക്ഷയുടെ ഒരു നേർരേഖ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പറയും. അതാണ് പറയുന്നത് എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈൻ. അങ്ങനെയാണ്. അടുത്ത ചോദ്യം. ഓക്കെ അശ്വതി. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ബെറ്റർ to be safe than dash.
It is better. Fabina is the right answer. Sorry. Sorry ആണ് right answer. Sorry. Fabina, ഫബീന ഞാൻ കണ്ടുപിടിക്കട്ടെ. ഫബീന, Aparna Babu, അപർണ ബാബു, Anjana. അഞ്ജന നേരത്തെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അഞ്ജന വന്നിട്ടുണ്ട്. യെസ്. ഓക്കെ, കറക്റ്റ് ആൻസർ. ദയവേത് നിങ്ങളോട് ഒരാൾ സോറി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായി. അവൻ എന്നോട് ക്ഷമ പറഞ്ഞല്ലേ. നിങ്ങളുടെ ഒരു ബന്ധുവിനെ ഹോസ്പിറ്റലില് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിരിക്കാൻ പുറത്ത് കാത്തു നിൽക്കുന്ന നിങ്ങൾ, അകത്തു നിന്ന് ഇറങ്ങി വരുന്ന ഡോക്ടർ നിങ്ങളുടെ തോളിൽ തട്ടിക്കൂട്ട് ഐ ആം സോറി എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ബെറ്റർ സേഫ് ദാൻ സോറി. സോറി പറയിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ടു ബി സേഫ്. സേഫ് ആയിട്ടിരിക്കും. ബി സേഫ്. ബെറ്റർ സേഫ് ദാൻ ടു ബി സോറി. അടുത്തത് അറിയാൻ പറ്റും. കോമൺ ആയിട്ട് പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത്. Necessity is the mother of dash. Necessity is the mother. Sayuja is the right answer. Invention. Invention. Sayuja San, Alicia. പോലെ സായുജ കഴിഞ്ഞിട്ട് പിന്നെ ആരാണ്? Alicia. അലീഷ നേരത്തെ വന്നിട്ടില്ലല്ലോ. ഇല്ല. Alicia M. Salim. അലീഷ എഴുതട്ടെ. അലീഷ പിന്നെ അപർണ ബാബു. അപർണ ബാബു നേരത്തെ വന്നിട്ടുണ്ട്. യെസ്. നേരത്തെ വന്നേക്കാൻ പേര് ഒരു ഒന്നിട്ടാ മതി, അല്ലെങ്കിൽ എഴുതാൻ സമയം വേണം. ഓക്കെ. കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് ഇൻവെൻഷൻ. അത്യാവശ്യമാണ് കണ്ടുപിടുത്തത്തിന്റെ അമ്മ. കറക്റ്റ്. നെക്സ്റ്റ്. പ്രാക്ടീസ് മേക്സ് man dash. Yes, the right answer. Perfect. Fabina Sabu. Fabina. Fabina Sabu. Fabina. Shavana. വന്നിട്ടുണ്ട്. Shavana. Okay, പിന്നെ Nasrin P. Okay. Correct. Very good. അത് ശരിയാണ്. അതായത് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. പ്രാക്ടീസ് കൂടുന്തോറും പെർഫെക്ഷൻ കൂടും. റിഹേഴ്സലൊക്കെ നന്നായി കഴിഞ്ഞാല് പരിപാടി അടിപൊളിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡോണ്ട് കൗണ്ട് COUNT യുവർ chickens, CHICKENS, before dash. Don't count your chickens before. Shavana is the right answer. They hatch. 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 Shavana. Fatima Patus. Okay ആണോ സർ? Hatching. P. Nasrin. Okay. Yes. Correct answer. അതായത് നമ്മുടെ മലയാളത്തിൽ പറയാറുണ്ട് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം. കോഴിമുട്ട കൊണ്ട് പോകുന്ന ആള് ചിന്തിക്കുന്നു, ഈ കോഴിമുട്ട എല്ലാം അടവെച്ച് അതിന്റെ കുഞ്ഞുങ്ങളുണ്ടായി, അത് മുഴുവൻ പിടക്കോഴികളായി, അത് മുട്ടയിട്ട് ആദ്യത്തേതിന്റെ കുഞ്ഞുങ്ങളും രണ്ടാമത്തേന്റെ കുഞ്ഞുങ്ങളുമാകുമ്പോ കൂടുതൽ മുട്ട കിട്ടി എന്നൊക്കെ പറയുമ്പോഴേക്കും പുള്ളിയുടെ കാല് ഒരു കല്ല് തട്ടുകയും ആ മുട്ട താഴെ വീഴുകയും ഉള്ള മുട്ടകൾ പൊട്ടിപ്പോയി ചെയ്തു. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അതിന്റെ ഇംഗ്ലീഷാണ് ഈ സംഗതി. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച്. യെസ്. അടുത്തത് ചിലപ്പോൾ നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും ഒരു മാനസിക പ്രശ്നമാണ്. യെസ്. പറയട്ടെ. ആബ്സെൻസ്. ABSENC. Absence makes the heart grow dash. Absence makes the heart grow. Yes. Ponder. Shavana.
ഇസ് എ റൈറ്റ് ആൻസർ. ഫോണ്ടർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഫോണ്ടർ. ഷഹവാന, സായുജ്യ സായുജ്യ, സായുജ്യ, ഒരു മിനിറ്റ്, പോകല്ലേ, ഞാനിവിടെ സായുജ്യം എടുക്കട്ടെ. സായുജ്യ. ആ, ഷഹവാന, അലീഷ ഞാൻ പറയണ്ട, പറഞ്ഞത് അലീഷ പ്രാവശ്യം. അലീഷ അലീഷ നേരത്തെ വന്നിട്ടുണ്ട്. ആ, വന്നിട്ടുണ്ട്. യെസ്, കറക്റ്റ് ആൻസർ. യെസ്, ഫോണ്ടർ ആണ്. ഈ ഫോണ്ട് ഓഫ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ലൈക്ക് എന്നാണ്. LIKE, ലൈക്ക്. അതായത് നമുക്കറിയാം, ചില ആളുകളെ നമ്മളെല്ലാം എപ്പോഴും കാണുന്നതാണ്. പക്ഷെ ഒരു ദിവസം കാണാണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവും. ആബ്സെൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോ ഫോണ്ടർ. കാണാതെ ആകുമ്പോഴാണ് നമ്മൾ എത്രമാത്രം അയാളെ അല്ലെങ്കിൽ അവളെ ഇഷ്ടമായിരുന്നു നമുക്ക് മനസ്സിലാവും. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. എന്നും വീട്ടിൽ വരുന്ന വൈകുന്നേരം, ഓക്കെ അപർണ ബാബു, എന്നും വീട്ടിൽ വൈകുന്നേരം വരുന്ന നിങ്ങളുടെ ഭർത്താവ് ഒരു ദിവസം എന്തെങ്കിലും കാരണത്തിന് വരാതിരിക്കില്ല. ഇന്ന് ഞാൻ വരില്ലട്ട എന്ന് പറയട്ടെ. യെസ്, ഭർത്താവ് ഗൾഫിലുള്ളവരേക്ക് അത് പറ്റില്ല. അങ്ങനെ വന്ന് പറയുമ്പോൾ ഓ, അന്നൊരു പക്ഷെ നിങ്ങൾക്ക് ഉറക്കം ശരിയാവില്ല. ആബ്സെൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോ ഫോണ്ടർ. യെസ്, അടുത്തത് സിമ്പിൾ ആണ്, നിങ്ങൾക്ക് പറയാൻ പറ്റും. നമ്മളൊക്കെ പലപ്പോഴും പല ആളുകളെ വെല്ലുവിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. Every dog has a dash. Very good, very good, very good. ഹർഷിയ നിഷ, സോറി, അപർണ ബാബു. ആദ്യത്തെ ആള് അപർണ ബാബു അല്ലേ? അപർണ ബാബു, ചിഞ്ചു സിബി. അപർണ, ഓക്കെ. പിന്നെ ചിഞ്ചു സിബി, ഹർഷിയ നിഷാദ്. ഹർഷിയ, ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ശരിയാണ്. Every dog has a day. എല്ലാ നായ്ക്കൾക്കും ഒരു ദിവസം ഉണ്ടാവും. അതൊക്കെ നമ്മൾ പലപ്പോഴും വെല്ലുവിളിക്കുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ഗുഡ് തിങ്സ്, THINGS, come to those, THOEC, those dash. Yes, Fabina, right answer. Who wait, WAIT, wait. Yes. ഫബീന സാബു, ഫബീന സാബു, ഫബീന ഇവിടെ വന്നാണ്. ഫബീന, ഷവാന, സായുജ്യ, നേരത്തെ വന്നിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആണ്. അതായത് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവർക്കാണ് എന്നാണ് പറയുന്നത്. ഗുഡ് തിങ്സ് കം ടു ദോസ് ഹു വെയിറ്റ്, WAIT. ഓക്കെ അപർണ, യെസ്. അപ്പൊ അവന്റെ ക്ഷമയോടുകൂടി കാത്തിരിക്കും. ഓക്കെ, അടുത്തത് the grass is always greener dash. The grass is always greener. Fabida is the right answer. On the other side. Correct. Sir, Fabina Sabu, Fabina, Fatima Patus, Patu, Shavana. Yes, very good, very good. Correct. Very good, very good. On the other side. അതായത് നമ്മള് അക്കരെ പച്ചത്ത് പറയില്ലേ, നദിയുടെ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് നോക്കുമ്പോ അവിടെ പച്ചപ്പ് തോന്നും, അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയാണ് പച്ചപ്പ്. അതൊക്കെ സംഗതി. The grass is always greener on the other side. Yes. Next question. Cleanliness, CLEANLINESS, is next to dash. Cleanliness is next to dash. Nasrin is the right answer. Godliness. Yes. നസ്രീൻ പി, Nasrin, ഷവാന, Shavana, അലീഷ എം സലീം. അലീഷ നേരത്തെ വന്നാണ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ദൈവികതയുടെ ഒരു അടുത്ത സ്റ്റെപ്പാണ്. യെസ്,
വൃത്തി. അടുത്തത് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഈ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ചോദ്യം ഇതാണ്, ഇത് നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള നിലവിലെ ഡോഗ് ഹാസ് എ ഡേ എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും നമ്മൾ പലരും ഉപദേശിച്ചിട്ടുള്ള വേർഡാണ്. ഡോണ്ട് ബൈറ്റ്, BIT, bite the hand dash. Don't bite the hand dash. Fatima is the right answer. That feeds you. Yes. That ഫാത്തിമ പാത്തൂസ്, Fatima Patus. ഷഹ്വാന, Shavana, അല്ലേ? Okay. സായുജ്യ. സായുജ്യ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ അവസാനിക്കുകയാണ് കേട്ടോ. യെസ്. അപ്പൊ ഞാനിതൊന്ന് കൂട്ടി ഒന്ന് പറയാം, ഒരൊറ്റ മിനിറ്റ്. യെസ്. അപ്പൊ ഓക്കെ, റെഡി ആക്കാം. എല്ലാം അടിപൊളിയാണ്. യെസ്. എന്നിട്ട് ഞാൻ പറയാം. നീനു 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അമൃതക്കും 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അശ്വതിക്കും 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പ്രസുഭയ്ക്കും 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. രഞ്ജിതയ്ക്കും 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശുഭയ്ക്കും 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ചിലപ്പോൾ 1 പോയിന്റ് ഒക്കെ ചിലപ്പോൾ അങ്ങോട്ട് ഞങ്ങൾക്ക് മാറിപ്പോയിട്ട് ക്ഷമിച്ചേക്കട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കണക്കിന്റെ കണക്ക് തമ്മിൽ ചിലപ്പോൾ 1 പോയിന്റ് ഒക്കെ വ്യത്യാസം വരാം. അത് വിട്ടേ, ഇതൊരു മത്സരമൊന്നുമല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഉത്തരം അറിയാൻ പാടില്ലാത്തവരല്ല. ചിലപ്പോൾ ടൈപ്പ് ചെയ്യാനുള്ള വേഗതക്കുറവുകൊണ്ട് ഉത്തരത്തിലോട്ട് എത്താനായിട്ട് 4ാമതായി പോയ ആളുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് പേടിക്കണ്ട. ആ സാർ, എന്നെ പോലെ ഞാൻ പതുക്കെ ഞാൻ എല്ലാ പേരുകളും നോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിത് ടൈപ്പ് ചെയ്യാൻ കിട്ടൂല. അല്ല, മത്സരത്തിൽ നിന്ന് സ്വയം പിന്മാറിയ ആളുകളാണ് വിശേഷിച്ചത്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇനി അടുത്തത് ഡെലീന 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. മിഥു എം 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സുഫൈജ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ദസാന 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. മഹിദ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ചിയ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇനി അലീഷയ്ക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അലീഷയ്ക്ക് ഞാൻ ക്ലാസ്സിൽ ഇപ്പോഴാ കയറി, ഇടയ്ക്കാ കയറിയത്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴാ ഇങ്ങനെ അറിയില്ല. കുഴപ്പമില്ല. യെസ്. ഇനിയും അവസരങ്ങളുണ്ടല്ലോ. ഡോണ്ട് വറി. യെസ്. യെസ്. ഇനി സുജയ, സായുജ്യക്ക് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 5 പോയിന്റ്. അഞ്ജനക്ക് കിട്ടിയിട്ടുണ്ട് 5 പോയിന്റ്. യെസ്. ഇനി ഹർഷിയക്ക് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ്. യെസ്. ഇനി അപർണ ബാബുവിന് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 7 പോയിന്റ്. ദെൻ ഫാത്തിമ പാത്തുവിന് 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 9 പോയിന്റ്. അതുപോലെ തന്നെ ഫെബീനക്കും 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. ഓക്കെ. ഇനി ചിഞ്ചുവിന് 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 11 പോയിന്റ് കിട്ടുകയും 3ാം സ്ഥാനം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫാത്തിമയും ഫബീനയുമാണ്. 3ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ചിഞ്ചുവാണ്. നസ്രിന് 12 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 12 പോയിന്റ് കിട്ടുകയും 2ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2ാം സ്ഥാനം റെഡിയാക്കുകയും ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഷവാനക്ക്
14 പോയിന്റ് കിട്ടുകയും 1ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പോ മാർക്ക് കുറച്ച് കിട്ടിയവർക്കും മാർക്ക് കൂടുതൽ കിട്ടിയവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. കാരണം ഇതൊരു മത്സരമായിട്ടൊന്നും എടുക്കണ്ട, അതൊരു സൗഹൃദ മത്സരം. ഇടക്കിടക്കൊക്കെ ചിലപ്പോൾ ലാസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരും. അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് അറിയിക്കാനും നിങ്ങൾക്കും അത് പിന്നെ എവിടെയെങ്കിലും ഒക്കെ അത് ഉപയോഗിക്കാനും ഒക്കെ സാധിക്കും. യെസ്. അപ്പൊ അത് അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ. അപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾ നിസ്സാരക്കാരല്ല. ഞാൻ മറ്റു ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങളൊന്ന് ഇരുത്താൻ പറ്റുന്നില്ല എനിക്ക്. യെസ്. ഉത്തരങ്ങൾ ഇങ്ങനെ ശതപടാവുന്നോണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓക്കെ മിഥു, കൺഗ്രാജുലേഷൻ ടു ഓൾ, ചോദ്യം ഒന്ന് മാറ്റി പിടിച്ചത്. യെസ്, നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് യെസ് ഓക്കെ അപർണ. അപ്പോ നമുക്ക് ചോദ്യങ്ങൾ മാറ്റി പിടിക്കാം. അതായത് നിങ്ങളുടെ ലെവൽ വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ. അതൊക്കെ നിങ്ങളൊക്കെ സ്കൂളിൽ ചെന്ന് പഠിപ്പിക്കുമ്പോഴേ കുറച്ച് നേരമൊക്കെ 5 മിനിറ്റ് ഒക്കെ ഇതേപോലെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ള കുട്ടികൾക്കുള്ള മതിപ്പില്ലേ, അതങ്ങോട്ട് വർദ്ധിക്കും. പിന്നെ ഏതെങ്കിലും പെരുന്നാളിനോ ഉത്സവത്തിനോ വെച്ച് കാണുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ ചോദിക്കും, ടീച്ചറെ ഒരു ചോദ്യം പറയൂ. യെസ് എന്ന് ചോദിക്കും എന്ന് പറയണ പോലെ. അപ്പോൾ അത് നിങ്ങൾക്കും ഗുണകരമാകും, അവരുടെയൊക്കെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ നമ്മൾ എവിടെന്നെങ്കിലും അതുപോലെയുള്ള ടെക്നിക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഭാവിയില്ല. യെസ്. ഇതെനിക്കറിയാം, നിങ്ങളൊക്കെ പൊടി തട്ടി ഇതൊക്കെ ഭംഗിയായിട്ടൊക്കെ പിന്നീട് ഉപയോഗിക്കും. നിങ്ങളുടെ സ്വന്തം കൃതി എന്നും പറഞ്ഞിട്ടൊക്കെ ഉപയോഗിക്കും അല്ലേ ശശിര? അതെ സാർ, അതെ അതെ അതെ. അതൊക്കെ ഉപയോഗിക്കും. യെസ്. ഓക്കെ. സോ വിഷ് ഓൾ ദി ബെസ്റ്റ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബുധനാഴ്ച കാണാം. പാട്ടും പ്രസംഗവും പറയാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചോ. നമുക്ക് താങ്ക് യു സാർ. Thank you very much, sir. താങ്ക് യു സർ. താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, sir. Okay, with your permission. Okay.